ഗ്യാസ് കളയാനുള്ള അത്ര പണിയുള്ളൊരു പരിപാടി. തിരിച്ചിട്ട് കൊട്ടണം, മരത്തിയിട്ട് കൊട്ടണം. അല്ല പിന്നെ ഇന്നത്തെ പരിപാടി പോർക്ക് കറി. ഇത് എവിടെ പോകുന്നു? എവിടേക്കോ അങ്ങ് ചുമ്മാ നടക്കുക. കട്ടിയാണോ? അപ്പൊ നമുക്കൊരു 1 hour കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കാം. ചൂടുവെള്ളം ഐസായി. ഇത് നമ്മൾ അസ്ഥയൊന്നും മേടിച്ചതാ അല്ലേ? യെസ്. സാധാരണ സ്റ്റേക്ക് പീസ് മേടിക്കുന്നത്. ഇതിന്റെ കുറച്ചും കൂടെ നെയ്യുണ്ട്. ഇതാണോ നെയ്യുള്ള കാരണം കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് നെയ് പീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. യെസ്. എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കുമോ കിച്ചൺ? ക്ലീനാണോ? ആണോ? ക്ലീൻ ചെയ്യാനാണ് ക്യാമറ പിടിച്ചോണ്ടിരിക്കുക. വെറുതെ നടക്കുക ക്യാമറ പിടിച്ചോണ്ട്. അതെല്ലാം വാഷ്ഡാണ്. എടുത്ത് വെക്കണം, ഉണങ്ങാൻ വെച്ചാണ്. ഇത് ക്ലീൻ ചെയ്യാനുണ്ട്. ലുക്ക് അറ്റ് ദിസ് മെസ്. എനിക്ക് കട്ടിംഗ് ബോർഡ് വേണം. എനിക്ക് കുറച്ച് സാധനം കട്ട് ചെയ്ത് വെക്കാനുണ്ട്. യെസ്. ഞാൻ അപ്പുറത്തുനിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. പുള്ള എണിച്ചെന്ന് തോന്നുന്നു. പിന്നെ പണി പാളി ഗൈസ്. കിടക്കുന്നു. താരാട്ട് പാട്ട് പാടേ. സാധനം വെച്ചോളൂ. പിന്നെ ഉറങ്ങിയ പിന്നെ സ്റ്റാർട്ട് ചെയ്തല്ലോ. കറക്റ്റ്. എന്തായാലും യെസ്. ചമ്പരക്കട്ടെ ഉണ്ടാക്കി വെക്കാതെ ഒരു സവാള കൂടെ. ഓക്കേ. നമ്മുടെ ചെറിയുള്ളിയാണ് ആ കാണുന്നത്. സവാള പോലെ ഉണ്ടല്ലേ? ചെറിയ സവാളയാണ്. കറക്റ്റ് ലിറ്ററലി ചെറിയ ഉള്ളിയാണ്. നമ്മുടെ നാട്ടിലെ ചെറിയുള്ളി എന്തൊരു സ്മോളാ. പക്ഷെ എന്താ ഇവിടത്തെ പൊളിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനൊരു വര വരച്ചാൽ സിമ്പിളായിട്ട് പൊളിഞ്ഞു വരും. രാവിലെ ഉറങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. രാത്രി കിടന്ന് ഉറങ്ങിയാൽ മതി. കഷ്ടപ്പെട്ട് ഉള്ളി അരിയുന്ന സെബിൻ. യെസ്. കഷ്ടപ്പെട്ട് ഞാൻ അവരെ കണ്ണ് കാണില്ല, ഒന്നും കാണില്ല. ഓഹ് എന്തു വെളുത്തുള്ളി മതി. ഞങ്ങളുടെ ഈ റെസിപ്പി ഒന്നും ആരും കോപ്പി ചെയ്തിരുന്നു. എല്ലാം തട്ടിക്കൂട്ട് റെസിപ്പിയാണ്. ഷാൻജിയോന്റെ ബേസ് ലൈനും നമ്മുടെ സ്വന്തം പൊടിക്കൈകൾ. എന്തൊക്കെ ഇടണം എന്ന് പുള്ളിയുടെ വീഡിയോ നോക്കും. പിന്നെ എല്ലാം ഇത് ഏത് ഓർഡറിലൊക്കെ ഇടണമെന്ന് പിന്നെ കണ്ടറിയണം. എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ബാച്ചിലേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ കറിക്കും ഏകദേശം ഒരേ രുചിയാണ്. എല്ലാത്തിൻ്റെ ബേസ് ചിക്കൻ കറി. അതിൽ ചിക്കൻ ഇട്ട ചിക്കൻ കറി, ബീഫ് ഇട്ട ബീഫ് കറി, പോർക്ക് ഇട്ട പോർക്ക് കറി. അതിങ്ങനെ ചിന്തിക്കാനൊന്നുമില്ല. എല്ലാത്തിനും ശരിക്കും എല്ലാത്തിനും ഒന്ന് സെയിം അല്ലേ? എല്ലാത്തിലും സവാള, ഇഞ്ചി, ഗാർലിക്, ചില്ലി, പിന്നെ വല്ല 2 പൊടികൾ അങ്ങനെ ഇങ്ങനെ മാറ്റിയിടുന്നല്ലാണ്ട് ബാക്കി എല്ലാം സെയിം. അങ്ങനെ നമ്മൾ സാധനങ്ങൾ അരിഞ്ഞു കഴിഞ്ഞു. പിന്നെ 2 പച്ചമുളക്.
ഞാനവിടെ നോൺ വെജ് കുക്ക് ചെയ്യുന്നുണ്ട് ആൾ. ലിയക്ക് ആപ്പാടെ കുക്ക് ചെയ്യാനായിരുന്നു വെജിറ്റേറിയൻ. യെസ്. അല്ല കട്ട് ചെയ്യുക, വേവിക്കാൻ വെക്കുക. ഇന്നേക്കൊരു പൊടി എല്ലാരും വാങ്ങ. മെയിൻ സാധനം എനിക്ക് എടുക്കണം. ഇപ്പൊ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഇനി മുഴുവൻ വള്ളി കെട്ടിയണം കേസ്. നന്നായി ഞാനെന്നാ ഉള്ളിയുടെ പരിപാടി നോക്കട്ടെ. അത് ചെയ്ത് തുടങ്ങിക്കോളാം. കാരണം ഇത് എന്തായാലും ആയിട്ട് വരുമ്പോഴത്തേക്കും അത് നമുക്ക് സെറ്റാക്കി റെഡി. ആദ്യം റെഡിയാക്കാം. അയ്യോ ഇതൊരു കിട്ടില്ല സാധനമാണോ. ലിയ എവിടെന്നോ മേടിച്ചതാണ്. പൊടി സാധനം. ഇങ്ങനെ സ്പ്രേ ചെയ്യാം, അതുപോലെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒഴിക്കുകയും ചെയ്യാം. പിന്നെ തുറക്കും പോയി. ഉള്ളിയാകുന്നു. ലിയ കട്ട് ചെയ്ത് കഴിയാൻ പോകുന്നു. പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടണമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഡെയിലി വ്ലോഗ് ഒക്കെ ഇടണം എന്നുണ്ടെങ്കിലും എങ്ങനെ ഇത് എഡിറ്റ് ചെയ്ത് പുറത്തോട്ട് സാധനം ഭയങ്കര പാടാ. നമ്മളൊരു വീഡിയോ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയാണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ബ്ലോഗ് അറിയാന്ന് പറയാം. ഒരു ഇംഗ്ലീഷുകാരന കേസി നൈസ്റ്റാറ്റ്സ്. പുള്ളിയുടെ ബ്ലോഗാണ് ആദ്യം കാണുന്നത്. കട്ട് ചെയ്ത് തീരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. ട്രാൻസിഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രാൻസിഷൻ കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ട്രാൻസിഷൻ. എനിക്കങ്ങനെ കണക്കൊന്നുമില്ല ഗൈസ്. വെറുതെ ഒരു കൈ കണക്ക്. ആ മഞ്ഞപ്പൊടി കാശ്മീരി ആയിരുന്നു. നല്ല കളർ കിട്ടും. ഇളക്കി ഒരു പോർക്ക് പുറത്ത് കളഞ്ഞു. ആ പോർക്കെങ്ങാണ്ട് എടുത്ത് കളഞ്ഞ ഒരു പീസ് തെറിച്ചൊക്കെ പോയി. ഇനി ഒരു എത്ര വിസിലടിക്കണം? ഒരു 6 വിസില്. ഗ്യാസ് കുക്കർ അടിച്ച് കുക്കർ തുറക്കണം. പോർക്കൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. എന്താ പോർക്ക് തലയൊക്കെ സെറ്റായോ? ഫുള്ളിടുവാണോ? കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ അല്ല കുറച്ച് പേപ്പറും കൂടെ ഇതാ സെറ്റാണ്. ഷെഫ് സിബി അടച്ചു വെക്കുക. ഒരു കുറച്ചു നേരം വെക്കുക. അതുകൊണ്ട് കൂടി നമ്മുടെ പോർക്ക് സെറ്റാണ്. വെട്ടി തിളയ്ക്കുന്നു. അതിൽ കൊതിയൂറുന്ന പോർക്ക് കറി ഇവിടെ റെഡിയാക്കിയിരിക്കുന്നു. കഴിഞ്ഞു പോർക്ക് കഴിഞ്ഞല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. എന്തായാലും കൊള്ളാം. ചോറ് റെഡി, കറി റെഡി. കാണാൻ തന്നെ ഉണ്ടടി, രസം ഉണ്ടെന്ന്. ഓക്കെ കുക്കിംഗ് വ്ലോഗ് ആണ്. കണ്ടാ സിബിനുണ്ടാക്കിയ വണ്ടർഫുൾ പോർക്ക് കറി. ചോറും കൂട്ടി ഒരു പിടി. ഭയങ്കര ചൂട്. അയ്യോ ചോറിനടുത്ത് നെയ്പീസൊക്കെ എടുത്ത് റിയാക്ഷൻ കിട്ടണം. ചൂടാണോടാ? അതാണ്. കൊള്ളാം. ഓ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് അതുകൊണ്ട് പറയുന്നതല്ല. അല്ലല്ല. ഇന്നത്തെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ബൈ.